ഹലോ, അപ്പോൾ നമുക്കിത് നല്ല ക്രിസ്പിയായ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നമ്മൾ ഇനി ഉണ്ടാക്കി കഴിച്ചാലേ അറിയുള്ളൂ മക്കളെ. അടിപൊളി സാധനമാണിത്. നമ്മൾ കടയിൽ നിന്ന് ഇനി പിന്നെ ബൗളിലേക്ക് 1.5 ഗ്ലാസ് പാലെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് 1.5 ഗ്ലാസ് പാലാണ് എടുക്കുന്നത്. നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. എരിവും ഉപ്പും മുളകും എല്ലാം അതനുസരിച്ച് നിങ്ങൾ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് 2 ടീസ്പൂൺ വിനാഗിരി ചേർക്കണം. അപ്പോൾ 2 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് ബട്ടർ മിൽക്കാണ് കേട്ടോ. അപ്പോൾ ബട്ടർ മിൽക്കിന് ഇനി 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മുടെ ഒരു വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ നല്ല പുളിയുള്ള തൈരോ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ 15 മിനിറ്റ് നമ്മളിനി മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചാകണേന്. അപ്പോൾ അത് കഴിഞ്ഞ് 15 മിനിറ്റിന് ശേഷം നമ്മൾ തുറക്കണേന്. അതിലോട്ട് ഇനി ഇടേണ്ടത് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണം. എന്നിട്ട് ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്യാം കേട്ടോ. ഇനി അതിലോട്ട് ചേർക്കേണ്ടത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. അപ്പോൾ 1 ടീസ്പൂൺ ചേർക്കേണ്ടത്. നമ്മൾ ഇഞ്ചി ഇതിൽ ചേർക്കണേ ഇല്ല. അപ്പോൾ ഇഞ്ചിയല്ല, വെളുത്തുള്ളി മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്യണം. ഇനി ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉപ്പാണ്. അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യണം. ഞാനിതിൽ 1/2 ടീസ്പൂണാണ് ഇരുന്ന് കണ്ടത്. പിന്നെ ഞാൻ കുറച്ചും കൂടി നോക്കി 1/2 ടീസ്പൂണും കൂടി ഇട്ടു. കാരണം ഉപ്പ് നമുക്ക് നല്ലോണം മുന്നിൽ വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചിക്കനിൽ എന്നാലേ നല്ല രീതിയിൽ പിടിക്കുള്ളൂ. അങ്ങനെ ഞാൻ എല്ലാ ചിക്കനും ഇതിലോട്ട് ഇടണം കേട്ടോ. നമുക്ക് നല്ല തൊലിയുള്ള ചിക്കനാണെങ്കിൽ, സ്കിന്നുള്ള ചിക്കനാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇതുണ്ടാക്കാനായിട്ട്. ഇപ്പം തൊലി ഇല്ലാത്തതാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം ഇതിൽ മുങ്ങിക്കിടക്കണം കേട്ടോ. എൻ്റെ ബൗൾ കുറച്ച് ചെറുതായതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ പൊന്തിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊരു 4 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫ്രിഡ്ജിൽ. ഏറ്റവും കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കണം. കാരണം എന്നാലേ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റഡ് ചിക്കൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ടൈം എന്തോരം കൂടിയാലും നമുക്ക് പ്രശ്നമില്ല. കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും നമ്മൾ ഇതേപോലെ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി ബാക്കി ഫ്രൈ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്, ഇത് ഫ്രൈ ആക്കണേന് കുറച്ച് മുന്നേ മാത്രം നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു 5 മണിക്കൂർ വെച്ചതിന് ശേഷം എടുക്കണതിന് മുമ്പ് തന്നെ ഞാൻ ഇത് ഫ്രൈ ചെയ്യാനുള്ള സെറ്റ് ചെയ്യണേ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിൽ ഞാൻ 1 ഗ്ലാസ് മൈദ എടുക്കാനുണ്ട് കേട്ടോ. അതിനുശേഷം നല്ല ഫൈനായിട്ട് അരച്ച വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് 1 കോഴിമുട്ട വേണം. അപ്പോൾ 1 കോഴിമുട്ടയും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇനി വേണ്ടതെന്ന് വെച്ചാൽ 3 ടീസ്പൂൺ കോൺഫ്ലവർ വേണം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് എന്തായാലും സിമ്പിളായിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനത്തെ 3 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് ഇനി ലാസ്റ്റ് അതിലോട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉപ്പ് ചേർക്കണം. അതും ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യാൻ എന്താണ് വേണ്ടത്? നല്ല തണുത്ത വെള്ളം വേണം. നല്ല തണുത്ത വെള്ളം തന്നെ വേണേ. അതിലൊരു മാറ്റവുമില്ല. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നല്ല തണുത്ത വെള്ളം തന്നെ എടുക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. അങ്ങനെ തണുത്ത വെള്ളം നമുക്ക് കുറച്ചേച്ച് ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പഴംപൊരിക്കൊക്കെ നമ്മളൊരു ബാറ്റർ ഉണ്ടാക്കൂലേ, അതിനേലും കുറച്ചും കൂടി ഒരു ലൂസായിട്ടുള്ളൊരു ടെക്സ്ചറാണ് കേട്ടോ ഇതിന് വേണ്ടത്. അപ്പോൾ അത് കുറേ വെള്ളം ഒഴിക്കരുത്. കുറച്ചേ വെള്ളം ഒഴിച്ച് നമ്മൾ സാവധാനം മിക്സ് ചെയ്ത് എല്ലാം നല്ല രീതിയിൽ മിക്സായി നല്ല ലൂസാക്കി എടുക്കണം. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ കിട്ടേണ്ടത്. ഇതേപോലത്തെ ഒരു ടെക്സ്ചർ കിട്ടണം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 2 ഗ്ലാസ് മൈദ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കണതിന് തൊട്ട് മുന്നേ മാത്രം ഇത് ചെയ്താൽ മതി. അതിക്ക് മുൻപേ ഇതൊന്നും ചെയ്ത് വെക്കേണ്ട കാര്യമില്ല.
എന്തായാലും കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും മസ്റ്റായിട്ട് വെക്കണം. അപ്പോൾ അതേ 2 ഗ്ലാസ് മൈദ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഞാനുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പിന്നെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് മുളക് പൊടിയും ഉപ്പൊക്കെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഇട്ടത്. നമുക്ക് എരിവ് കുറവാണ് വേണ്ടതെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. എന്നിട്ട് ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ. ഒരു 2 മിനിറ്റ് നല്ല രീതിയിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്ക് എനിക്ക് KFCക്ക് ഇതേപോലെ റോസ്റ്റഡ് ചിക്കനൊക്കെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അവർക്ക് നല്ല സന്തോഷമാവും. നമ്മൾ പിന്നെ പുറത്തുനിന്ന് ഉണ്ടാക്കുമെന്ന് വെച്ചാൽ അവർ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ പിന്നെയും ഫ്രൈ ചെയ്ത് കൊടുക്കണേക്കും. അപ്പോൾ ഞാൻ 5 മണിക്കൂറിൽ കൂടുതലായിട്ടും ഇത് വെച്ചാക്കണത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ബാറ്ററിൽ നമ്മൾ ഒന്ന് നല്ലോണം ഡിപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ അന്നേരം രണ്ടാമത് ഉണ്ടാക്കി വെച്ച പൊടിയിൽ ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് അതിലോട്ടിടാം. ഇനി നമുക്ക് ബാക്കിയുള്ള സൈഡിലുള്ള പൊടികൾ ഇതേപോലെ അതിൻ്റെ മുകളിലോട്ടിട്ട് ചെറുതായിട്ട് ഒന്ന് പഞ്ച് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. അങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പൊടിയിട്ട് പിന്നെ എല്ലായിടത്തും ഇതേപോലെ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ കുടഞ്ഞിട്ടെടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ അതിലോട്ട് പറ്റി പിടിച്ചെടുത്തിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്യാൻ മാത്രമുള്ളത്. ഇപ്പോൾ നമുക്ക് കുറേ ഇട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. ഒരു പാനിൽ കൊള്ളാവുന്ന അത്രയും കുറച്ച് സ്പേസൊക്കെ വേണം. അപ്പോൾ ഒരു 3-4 മതിയാവും. അപ്പോൾ ഓരോ പ്രാവശ്യം ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഓരോന്ന് ഇതേപോലെ മുക്കിയെടുത്താൽ മതി. എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ പുരട്ടി വെക്കണമെന്നില്ല, സ്പ്രെഡ് ചെയ്ത് വെക്കണമെന്നില്ല കേട്ടോ. അങ്ങനെ ഞാനൊരു 3-4 ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ഫസ്റ്റ് വറുത്ത് വരും. ഇത് അച്ഛനും മക്കളും കൂടി കൊണ്ടുപോകാം കേട്ടോ. അതിന് ഇനി 2 പീസ് മാത്രം ബാക്കിയുള്ളൂ. ഇനി അടുത്തത് ഫ്രൈ ചെയ്യാനായിട്ടാക്കണേന്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഫസ്റ്റ് ഒരു 7 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് കുക്കായിക്കോളും. അത് കഴിഞ്ഞ് മറിച്ചിടാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് എന്തായാലും അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താക്കണേ. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പം അത്രയും ഉള്ളൂ. ഓക്കെ, ബൈ.